ഹലോ നമസ്കാരം. ഒരുപാട് സിനിമ അപ്ഡേറ്റ്സും സിനിമാ താരങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ സെല്ലോയിഡിന്റെ എപ്പിസോഡിലേക്ക് സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പൊറോട്ട് നാടകം എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമിന് വേണ്ടുന്ന സൗണ്ടും അതേപോലെ ഡിഫറെന്റ് ആയിരിക്കില്ലേ? അപ്പം ചേട്ടൻ തന്നെ പാടാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഒന്നാമത് ഞാൻ ഈ പറഞ്ഞ നമ്മള് യൂഷ്വൽ വിവക്ഷ ഓഫ് മെയിൽ സിംഗറിന്റെ ടോൺ അല്ല എന്റെ ഒരു ബേസ് വോയിസ് അങ്ങനത്തെ പരിപാടിയല്ല. കുറച്ചൊരു കുറച്ചൊരു വിസിലടിച്ച പോലത്തെ ഒരു ശബ്ദമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പേർപ്പസിന് ഇത് ആപ്റ്റ് ആയിരിക്കും എന്ന് തന്നെ തോന്നിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളതിപ്പോ ഈവൺ എൻ്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞിരുന്നു നമുക്കത് ഒരു പക്ഷേ അതിന്റെ ഒരു ക്ലൈമാക്സ് ഒരു പെർഫോമൻസ് ഒരു പ്രോഗ്രാം പോലെ നടത്തുന്നുണ്ടാവും. അപ്പൊ അത് then you may have to appear. അങ്ങനെയാണെങ്കിൽ പാട്ട് നമ്മൾ തന്നെ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനു വേണ്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പാടുകയും കൂടെ ചെയ്തത്. പിന്നെ അത് സാധാരണ രീതിയിൽ ഞാൻ നമ്മളുടെ ഈ സ്ക്രാച്ച് ഉണ്ടാക്കുമ്പോൾ പാടി വെക്കാറുണ്ട്. ആ ഒരു ആസ്പെക്ട് തന്നെ പാടി വെച്ചു എന്നിട്ട് അതങ്ങ് ഫൈനലൈസ് ചെയ്തു. ഉടനെ സുനിൽ മത്തായി ഉണ്ട് എൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. അതിലൊരു കോറസ് പോലെ കൂടെ സുനിൽ മത്തായിയുടെയും ശബ്ദമുണ്ട്. മറ്റേ നമ്മളുടെ കമ്മട്ടിപ്പാട ഫെയിം ബാച്ചലർ പാർട്ടി ഫെയിം. ചേട്ടനപ്പം അതിനകത്തേക്ക് അഭിനയിക്കണം എന്നൊരു ഡിസിഷനിലേക്ക് വന്നത് ഞാൻ ചേട്ടനെ അങ്ങനെ സ്ക്രീനിൽ ചേട്ടൻ പാടി പാട്ട് ചേട്ടൻ അഭിനയിക്കുന്നത് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഇറ്റ് ടേക്ക് സോ ലോങ്? കാരണം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പൊ 20 years ആയി തോന്നുന്നല്ലേ? ഇല്ല 16 ക്ലോസ് ടു 20 years ആയിട്ടുണ്ട്. അപ്പം ഇത്രയും നാള് എന്താണ് ലേറ്റ് ആയത്? ആൻഡ് ഫൈനലി പറട്ട് നാടകത്തിലൊക്കെ ഞാൻ ബിഗ് സ്ക്രീനിൽ വന്നിരിക്കാം എന്നുള്ളൊരു ഡിസിഷൻ. ആക്ച്വലി അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ല. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ആണോ? ഇങ്ങനെ സംഭവിച്ചു പോയെന്ന് മാത്രം. ഡയറക്ടറിന്റെ ഭാഗത്തുനിന്നുള്ള ഡയറക്ടറിന്റെ ഒരു പ്രോത്സാഹനമാണ്. പുള്ളി എൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂൾ കാലത്ത് മുതൽ എനിക്ക് അറിയുന്ന ഒരു മെന്റർ പോലത്തെ ഒരു ചേട്ടനെ പോലെ ഒരാളാണ്. പുള്ളിയുടെ അന്ന് പോലെ സിദ്ദിഖ് സാറായിട്ടുള്ള കണക്ഷനൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ പുള്ളിയുടെ ഒരു സിദ്ദിഖ് സാറിന്റെ പ്രസന്റേഷൻ ഉള്ള ഒരു സിനിമയിൽ ഇത് യാദൃശ്ചികമായിട്ട് തോന്നാമെങ്കിലും ഒരുപക്ഷെ പ്രീ ഡെസ്റ്റൈൻഡ് തന്നെയാണ്. ഇങ്ങനെ ഒരു കാര്യത്തിൽ പുള്ളി നമ്മളെ വിളിക്കുകയും അത് ചെയ്യാൻ പറ്റിയതൊക്കെ. അതല്ലാണ്ട് നമ്മൾ ഇത്ര നാളായി അതിന് മുമ്പ് എത്ര കമ്പോസേഴ്സ് ഇങ്ങനെ നമ്മളങ്ങനെ സ്ക്രീനിൽ വരണം നിർബന്ധമില്ലല്ലോ. നമ്മൾ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ പോലും വന്ന് കഴിഞ്ഞപ്പോൾ കുറെ പേരെ വിളിച്ച് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, ചാണകക്കുളി വേണമായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ ശരിക്കും ചാണകമായിരുന്നോ? അല്ല, ശരിക്കും അല്ല. ഓഫ്കോഴ്സ് കമോൺ, അതെന്തോ ഒരു നമ്മുടെ ആർട്ട് ഡയറക്ടർ ചെയ്ത എന്തോ പരിപാടിയാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്. അപ്പൊ എൻ്റെ അടുത്ത് അത് കൺവിൻസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഞാൻ ചോദിച്ചു അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദിച്ചായിരുന്നു. അപ്പൊ അത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് എടുത്ത ഷോട്ടുകളാണ്. അല്ല ശരിക്കും ചാണകം അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ശരിക്കും ചാണകമല്ല, എന്നാൽ പോലും അത് നല്ലൊരു എന്തോ ഒരു ക്ലേയോ എന്തൊക്കെയോ കുറെ സാധനങ്ങളുണ്ട് മിക്സ് ചെയ്തിട്ടില്ല. കുറെ സമയം എടുത്ത് അത് കളയാൻ വേണ്ടി. ആണോ? അയ്യോ. ഓക്കെ ചേട്ടാ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ബിഹൈൻഡ് ദ സ്ക്രീനിൽ നിൽക്കുന്നത് പോലെ എളുപ്പമാണോ ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ക്രീൻ വന്ന് പെർഫോം ചെയ്തപ്പോ? എനിക്ക് ആക്ച്വലി ഭയങ്കര രസമായിട്ട് തോന്നി. ഐ എൻജോയ്ഡ് ദ പ്രോസസ്. നല്ല രസം. പക്ഷെ ആ ഒരു ഇത് പാട്ടാണല്ലോ, ഇത് സീൻ ഡയലോഗും ഇമോട്ട് ചെയ്യേണ്ടൊന്നും കാര്യമില്ല. നമുക്ക് ജസ്റ്റ് പെർഫോം ചെയ്യണ പോലെ കാണിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കോറിയോഗ്രാഫി സ്റ്റെപ്പുകളുണ്ട്. പക്ഷെ അത് വൈബ് ദാറ്റ് പ്ലേസ് ഹാഡ് ബ്യൂട്ടിഫുൾ. ഒരു എങ്ങനെയൊക്കെയോ ആ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ അവിടെ എത്തിക്കുകയും നമ്മുടെ ക്രൂവിലുള്ള ആളുകൾക്ക് ഇപ്പം ഞാൻ ഇങ്ങനെ ഇതിൽ പെർഫോം ചെയ്യണമെന്നുള്ള കാരണം കൊണ്ട് തന്നെ നമ്മുടെ ക്രൂവിലുള്ള ആളുകളും ഈവൻ ആക്ടേഴ്സ് ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു ചിയറിങ് അതെ 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 ചായയൊക്കെ മേടിച്ചു തന്ന് പരിപ്പോടെ കഴിച്ച് അതിനിടെ കൂടെ ഭക്ഷണം. ആ ഒരു വൈബ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഫോർ മീ ഇറ്റ് വാസ് ഒരു പക്ഷെ അത് എനിക്കൊരു മറക്കാനാവാത്തൊരു അനുഭവമാണ്. ബ്യൂട്ടിഫുൾ. അപ്പം ആദ്യം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ഡാൻസ് ചെയ്യണം ഉണ്ടായിരുന്നു. ഇത് തുടങ്ങുന്ന വരെയുള്ളൊരു, കാരണം ഐ ഹാവൻ ഡൺ ദിസ് ബിഫോർ, അതുകൊണ്ടുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വൺസ് ഇറ്റ് സ്റ്റാർട്ടഡ് അടിപൊളിയാണ്. എൻജോയ്ഡ്. അതെല്ലാം കഴിഞ്ഞിട്ട് ആ പാട്ട് വെച്ചിട്ട് ഒരു DJ വൈബിൽ എല്ലാവരും കൂടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അതൊന്ന് BTS ആയിട്ട് ഇറക്കി കഴിഞ്ഞാൽ കിടുമായിരിക്കും. കാരണം അത് ഓൺ ദ സ്പോട്ട് കാര്യമാണ്. വില്ലേജേഴ്സും അവിടുത്തെ അമ്മമാരൊക്കെ ഒത്തിരി ആളുകൾ ലോക്കൽസ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരായിട്ട് നമ്മളിപ്പോൾ ഒരു ഷോ നടക്കുകയാണെങ്കിൽ നമ്മൾ അവരായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യും, അങ്ങനെ തന്നെ ഇന്ററാക്ട് ചെയ്തു. ഇവൻ ദേ എൻഡഡ് അപ്പ് ഈ തുമ്പി തുള്ളണ പോലെ തലേക്കിട്ട് റോക്ക് മറ്റേ ഹെഡ് ബാങ്കിങ് ചെയ്യണ പോലെയൊക്കെ അവർ ഭയങ്കര വൈബായിട്ട് അവർ ചെയ്യുകയൊക്കെ ചെയ്തു. അത് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൂവിയിൽ? അതും ഷൂട്ട് ചെയ്യാ. ദാറ്റ് വാസ് ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. എത്രത്തോളം എഡിറ്റിൽ വന്നിട്ടുണ്ടെന്ന് അറിയില്ല, എന്നാൽ പോലും ആ ദാറ്റ് വൈബ് ആൻഡ് എനർജി വാസ് ലൈക്ക് ഒരു റിയൽ ഒരു വലിയൊരു ഷോ. ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ അവിടെ ഉണ്ട്. ഇപ്പൊ പുതിയൊരു ആർട്ട് ഫോമിൽ നിന്ന് എന്തോ കുറെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണല്ലോ പൊറാട്ട നാടകത്തിലെ പാട്ടുകൾ മൊത്തം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഹൗ വാസ് ദ ജേർണി? മൊത്തത്തില് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു? ഇതെല്ലാം തീർച്ചയായും ഇറ്റ് ടുക്ക് എ വൈൽ. ഇപ്പൊ ഞാനിതിൽ എനിക്ക് ഇപ്പോൾ നമ്മൾ അനുമോദനങ്ങളോടൊപ്പം ഇപ്പോൾ വിമർശനങ്ങളും ഉണ്ടാവും എല്ലാ ഒരു സിനിമയ്ക്കും. ഇതിൽ ചില ആളുകൾ പറഞ്ഞൊരു സാധനം, ഇതിൽ ചില തമാശകൾ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, അല്ല ട്രോൾസിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ബട്ട് ഇറ്റ് വാസ് വെരി കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ തിങ് ഈസ് ഈ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യപ്പെടത്തോളം കാലം ഇതെപ്പോഴും പറയാം. ഈ ഇഷ്യൂസ് എല്ലാം സോൾവ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെ വിഷയം.
അപ്പോൾ നമ്മുടെ ഈ സിനിമയുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവരെ എഴുത്ത് മുതൽ പ്രൊഡക്ഷനും അതിൻ്റെ ആ ഒരു ചെറിയ സിനിമയാണ്. ഇത്ര ഒരു ചെറിയ സിനിമ തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി ടാസ്ക്. ചെറിയ സിനിമകൾ, വലിയ സിനിമകൾക്ക് എപ്പോഴും ഹൈപ്പും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു കൊച്ചു സിനിമേനെ ഈ ഒരു ലെവലിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇട്ടൊക്കെ വായിലും അറ്റ്ലീസ്റ്റ് ഒരു 2-2.5-3 വർഷത്തിനടുത്തെത്തി. അപ്പോൾ ആ 3 വർഷത്തിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഇവിടെ സംബന്ധിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങൾ റെലവൻ്റ് അല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് അർത്ഥമുണ്ട്. പക്ഷേ ഇറ്റ് ഇസ് സ്റ്റിൽ റെലവൻറ്റ്. ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ഇപ്പോഴും ബേണിംഗ് ഇഷ്യൂസ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഈ പ്രോസസ്സിലൂടെ ഇതെല്ലാം നമുക്ക് അതിലൂടെ ജീവിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റി എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഞാനൊരു ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് പറയാം. ഇപ്പോൾ കുറേ പാട്ടുകളുടെ കാര്യം മീനാക്ഷി പറഞ്ഞു, അങ്ങനത്തെ പാട്ടുകൾ ഇങ്ങനത്തെ പാട്ടുകൾ. ഇപ്പം ഞാൻ ഇഫ് ഐ എം ബാങ്കിങ് ഇൻ ഓൺലി ഓൺ ദാറ്റ്, എന്നിട്ട് ഞാൻ അത് തന്നെ കേറ്റർ ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി സോ റെപ്പിറ്റേറ്റീവ് ദാറ്റ് പീപ്പിൾ ആർ ഗോയിങ് ടു ഗെറ്റ് ബോർഡ് ഓഫ് ഇറ്റ്. സോ യു ഹാവ് ടു പ്രോബബ്ലി, ഞാനിപ്പോൾ പുതിയൊരു ടൈപ്പ് ഓഫ് പുഷ്പവിമാനത്തിൽ പുതിയൊരു അപ്രോച്ച് കൊടുത്തു. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു ദിസ് ഇസ് നോട്ട് യുവർ സ്റ്റൈൽ, വി ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരുണ്ട്. പക്ഷെ നമ്മൾ ദിസ് ഇസ് ഓൾ എക്സ്പാൻഡിങ് യുവർ ലിസണേഴ്സ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് നമ്മളിപ്പോൾ ഒരു 1 million വ്യൂസ് കിട്ടിയൊരു പാട്ടെടുക്കുക, 10 million വ്യൂസ്, അതിൽ 8 million വ്യൂസും വിൽ ബി ബൈ കിഡ്സ് ഹു ജോയിൻ ഇൻസ്റ്റാഗ്രാം 2 years ago. പുതിയ ലിസണേഴ്സ് ആണ്. അവർക്ക് ഒരു പക്ഷെ നമ്മൾ അറിയണ്ടാവില്ല. അവർക്ക് ലൈലാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഹിസാന അബ്ദുള്ള കേട്ട പോലെ ആയിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? So that is the point. So those kids doesn't need to know me. അപ്പം നമ്മൾ അവരെയും കൂടെ കേറ്റർ ചെയ്യുമ്പോഴേ മാത്രമേ they will look behind and try to explore what this guy did before. Exactly. അപ്പം ഞാൻ അവർക്ക് റിലേറ്റബിൾ ആയിട്ട് അവരോട് സംവദിക്കുന്ന ഒരു ഭാഷയിൽ സംസാരിച്ചാൽ മാത്രമേ ഞാൻ അതിന് മുമ്പ് ചെയ്ത കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുകയുള്ളൂ. അതല്ലാണ്ട് ഞാൻ അത് കെട്ടിപ്പിടിച്ച് ഇത് ഭയങ്കര സംഭവമാണ്, ഞാൻ ഇത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ this is not going to relate to them. These songs are celebrated by people who had moments with these songs at some point. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രണയമോ വിരഹമോ സങ്കടമോ ദുഃഖമോ വിജയങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അവരേതെങ്കിലും ഒരു പാട്ടായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോഴത്തെ കുട്ടികൾ അതല്ലല്ലോ. ദേ ലിസൺ ടു ആവേശം and they listen to അനുവാൻ കൈൻഡ് and they don't know ലൈലാഗമേ. That is a reality. അയ്യോ അങ്ങനെ പറഞ്ഞു ലൈലാഗമേ. I'm telling that is how a composer should think. ട്രൂ ചേട്ടാ, ആ ഒരു ഗ്രോത്തിനുള്ളൊരു Of course, that is the only way. That is the only way. You have to push it further. And then people will come back and, oh, okay, this is good. Oh, that is good. Then you can give your things to them. Yeah. എനിക്ക് ചേട്ടൻ ക്രിറ്റിസിസംസ് എടുക്കുന്ന രീതി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് എല്ലാത്തിൽ നിന്നും എന്തെങ്കിലും ഒരു ലെസൺ ചേട്ടൻ പഠിച്ചുകൊണ്ടാണ്. ക്രിറ്റിസിസം ആർ ദ ഓൺലി വേ യു ക്യാൻ ഗ്രോ. നമ്മളിപ്പോ നമുക്ക് ചുറ്റുള്ളവർ വാ സൂപ്പർ പൊളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ വേറെ ഏതോ ലോകത്തിൽ ഒരു മേഘത്തിലായിരിക്കും. ആ മേഘത്തിൽ മഴ പെയ്ത് കഴിയുമ്പോൾ താഴോട്ട് കിടക്കും, കുണ്ടിലോട്ട് വീഴും. അപ്പോൾ ക്രിറ്റിസിസം, പക്ഷേ യു ഹാവ് ടു ഡിസേൺ ബിറ്റ്വീൻ കൺസ്ട്രക്റ്റീവ് ആൻഡ് somebody who wants to just tarnish. That you should figure out. അത് നമുക്ക് ആ ഭാഷ കാണുമ്പോഴും ആ ഇന്റൻഷൻ കാണുമ്പോഴും ഒറ്റയടിക്ക് മനസ്സിലാവുമല്ലോ. അതും അടിച്ചു കളയുക. പക്ഷെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എന്തും ദാറ്റ് ഇസ് ഓൺലി വേ യു ക്യാൻ ഗ്രോ. ഇപ്പം പുതിയ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ഉണ്ട്. എങ്ങനെയാണ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ചേട്ടാ? ചേട്ടൻ്റെ ഫേവറേറ്റ് ആരാണ്? എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ദ തിങ് ഈസ് ഫോർ ഈച്ച് ആൽബം ദീസ് കിഡ്സ് ആർ ഓരോന്നും അമേസിംഗ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ ഇവർ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ബ്യൂട്ടി. ഞാനതാ പറഞ്ഞത്, വെൻ യു ആർ ഇൻ ദ ബിഗിനിങ് സ്റ്റേജ് ഓഫ് യുവർ കരിയർ, വാട്ട് യു വോണ്ട് ടു ഡു ഇസ് പുഷ് യുവർ സെൽഫ് മാക്സിമം ആൻഡ് ടു ബി ഹേർഡ്. അത്രയും അധികം ആളുകൾ, അത്രയും മ്യൂസിക് നമുക്കിപ്പോൾ അധികം ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്കൊരു പാട്ട് കേട്ട് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് അറിയാനുള്ള വിൻഡോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു 20 seconds ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു FM പാട്ട് കേൾക്കുന്നു കാറിൽ പോകുമ്പോൾ, നമ്മൾ ഇമ്മീഡിയറ്റ്ലി കേട്ട് അത് ഓക്കെ, അല്ലെങ്കിൽ അടുത്ത FM മാറിയില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ സ്പോട്ടിഫൈ ലിസ്റ്റ് എടുത്ത് പ്ലേ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒറ്റയടിക്ക് ഒരു ഇൻട്രോ വർക്കൗട്ട് ആയില്ല, അല്ലെങ്കിൽ ദിസ് ഇസ് നോട്ട് മൈ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ മാറ്റും. നമുക്ക് ഒത്തിരി പേഷ്യൻസ് ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു ഓട്ടോമാറ്റിക് മോഡിൽ പോവുകയാണെങ്കിൽ യു വിൽ ലിസൺ ടു ഇറ്റ് പ്രോബബ്ലി. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ പീപ്പിൾ ആർ പുഷിങ് ദെയർ ബൗണ്ടറീസ്. ഏത് പാട്ടോ ഏതൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ ദർ സംതിങ് ന്യൂ. അപ്പോൾ പിള്ളേർ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ജെന്യുവിൻലി ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ് ടു നോ. അപ്പോൾ പീപ്പിൾ ലൈക്ക് മീ ഹു ഹാവ് ബീൻ അറൗണ്ട് ഫോർ എ വൈൽ, we have to take cue from that and tell them, kids, I am also here. ഒരു സാധനം ഉണ്ടല്ലോ, that is how you have to see that. നമുക്ക് വേണ്ടിയിട്ട് ഒരു സോങ് കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഞങ്ങളുടെ സെല്ലുലോയിഡിന്റെ ഓഡിയൻസിന് വേണ്ടി. കരിങ്കുന്നം 6 പാട്ടുണ്ട് ഉലകത്തിൻ. അത് വളരെ എനിക്ക് ചെയ്തപ്പോഴും അത്രയും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു സോങ് ആയിരുന്നു. ഒത്തിരി പേര് ഇപ്പോഴും അത് ഈ പറഞ്ഞ പോലെ ഇറങ്ങിയതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് റീവിസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
മോട്ടിവേഷണൽ ട്രാക്ക് എന്നുള്ള രീതിയിൽ ഓക്കെ ഓക്കെ അത് പാടാം. ഉലകത്തിൻ ഇങ്ങേ കോണില്ലാരും കാണാ കോണിൽ വാഴുന്നുണ്ടൊന്നാകെ ചില മനിതർ ഉള്ളം പൊള്ളും തീയാറും നേരം കാത്തും ചോടന്നായി മണ്ണിൽ ചേർത്തും കനവോടെ വാഴും മനിതർ. ലോകം കേൾക്കാൻ ഈ മതിലിനും ഒരു കഥയുണ്ടേ, ഈ മണലിനു കവിതകളുണ്ടേ, കിനാവിൻ്റെ ലഹരി നെയ്ത പല കഥ പാടി ഉലകത്തിൻ ഇങ്ങേ കോണില്ലാരും കാണാ കോണിൽ വാഴുന്നുണ്ടൊന്നാകെ ചില മനിതർ. അതിന്റെ ഒരു ബാക്കി വരുന്ന കോറസ് ആണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. തനന തനനാനന്നാനന്ന തനനാനന്നാനന്ന തനനാനാനാനാ. ബ്യൂട്ടിഫുൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ഹുക്കില്ലേ, അത് ഇവിടെയാണ് ആ പാട്ട് കിടക്കുന്നത്. എനിവേ രാഹുലേട്ട, ഞാൻ എത്ര തവണ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം കുറച്ച് അടുത്തായിട്ട് കുറേ സമയം അതെ അതെ അതെ. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. മലയാളികളുടെ എക്കാലത്തെയും മസിൽമാനാണ് അബു സലം. സെലലോഡിലെ സ്റ്റാർ ടോക്കിൽ അദ്ദേഹം എത്തുകയാണ് കുറച്ച് ഹെൽത്ത് ടിപ്സും മറ്റു ചില വിശേഷങ്ങളുമായിട്ട്. ഓക്കെ അബുക്ക, ഇനി ഇവർ പറഞ്ഞ ആ ഒരു റൂട്ടീനിലേക്ക് വരികയാണ്. എത്ര തവണ ആക്ച്വലി മിസ്റ്റർ ഇന്ത്യ ആയിട്ടുണ്ട്? ഞാൻ ബോഡി ബിൽഡിംഗ് തുടങ്ങിയത് 80s പോലീസിൽ ചേർന്ന് 79 പോലീസ് ചേർന്ന് 80 ഒരു ജിംനാഷ്യത്തിൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. തലശ്ശേരിയിൽ, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലായിരുന്നു പോസ്റ്റിങ്. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നാണ് വർക്കൗട്ട്. അതിന് മുന്നേ അറിയാത്ത രൂപത്തിൽ നമ്മൾ പഴയ നാടൻ ഇഷ്ടിക വെച്ചിട്ടുള്ള പുഷപ്പ്, മറ്റേ കല്ല് വെച്ചിട്ട് വെയിറ്റിൽ ബോഡി ബിൽഡിങ്, മറ്റേ സ്ക്വാട്ട്, ബെഞ്ച് പ്രസ്സൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ചെയ്തിരുന്നു. ഒരു ജിംനേഷ്യത്തിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്നത് തലശ്ശേരി പോയതിനു ശേഷം. അതിനുശേഷം ഞാൻ 81 മിസ്റ്റർ കോഴിക്കോട്, 82 മിസ്റ്റർ കേരള, 83 മിസ്റ്റർ സൗത്ത് ഇന്ത്യ, 84 മിസ്റ്റർ ഇന്ത്യ, 86 and 87 വീണ്ടും മിസ്റ്റർ സൗത്ത് ഇന്ത്യ കിട്ടി. 92 മിസ്റ്റർ ഇന്ത്യ ഇന്റർ സ്റ്റേറ്റ് ചാമ്പ്യനായി ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടി. മിസ്റ്റർ ഏഷ്യ മത്സരത്തിൽ പോയി ജക്കാർത്തയിൽ. അവിടെ അത് അറ്റൻഡ് ചെയ്തു. പിന്നെ കോമ്പറ്റീഷൻ നിർത്തി. പിന്നെ 8 വർഷം ഞാൻ കേരള ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നാഷണൽ ജഡ്ജായിട്ട് ഇപ്പോഴും അതിലുണ്ട്. പിന്നെ ബോഡി ബിൽഡിംഗ് പ്രൊമോഷനും മോട്ടിവേഷനും ഒക്കെ ആയിട്ട് അങ്ങനെ ആ ഫീൽഡ് മേഖലയിൽ പോകുന്നത്. അല്ല, എനിക്ക് ആ ഒരു കാര്യം കൂടെ അബൂക്കനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്തത്. അപ്പോൾ ഒരാളെ എന്തെങ്കിലും ഈ ഒരു ആർട്ടിസ്റ്റ് ഇന്റർവ്യൂ ചെയ്യാറുള്ളപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം എന്ന് നമ്മൾ ഇന്റർവ്യൂവേഴ്സിൻ്റെ മനസ്സിലുണ്ടാകും. അതേപോലെ അബൂക്കനെ മീറ്റ് ചെയ്യുമ്പോൾ ചോദിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു. എങ്ങനെയാണ് ജോലിയും അതുപോലെ തന്നെ സിനിമ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു നടനായിരുന്നു, രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോയത്? 3 ബോഡി ബിൽഡിംഗ്, സിനിമ, പോലീസ്. ഈ 3 മേഖല ഞാൻ ആഗ്രഹിച്ചായിരുന്നു. ചെറുപ്പം മുതലേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. പോലീസായി, ബോഡി ബിൽഡിങ്ങിൽ വന്നു, സിനിമയിൽ പിന്നെ എന്താ പറയേണ്ടത്, ഒരു സിനിമാക്കാരനെ കാണാനും കണ്ടു കഴിഞ്ഞാലും തുടർന്നൊക്കെ ഉള്ളൊരാഗ്രഹം വെച്ച് തന്നത്. വളരെ സിനിമയ്ക്ക് യാതൊരു സാധ്യതയില്ലാത്ത വയനാട് ജില്ലയിലാണ് ഞാൻ ജനിച്ചത്. അവിടെ നിന്ന് സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ട് ഇവിടെ വന്ന് ഇന്ന് സിനിമക്കാരിൽ ഇവരിലൊക്കെ ഒരാളായിട്ട് അവിടെ നിൽക്കാൻ പറ്റിയെന്നുള്ളത് വലിയ ഭാഗ്യമാണ്. ഞങ്ങൾക്കൊക്കെ ഈ ഒരു പണി ചെയ്തിട്ട് പോലും സമയം കിട്ടണില്ല, വർക്കൗട്ട് ചെയ്യാൻ സമയം കിട്ടണില്ല എന്നുള്ള ഒരു ഇതാണുള്ളത്. അപ്പോൾ ഇത്രയും വർഷമായിട്ട്, അതായത് 1970s തൊട്ട് ഇത്രയും ഈ 2024 വരെ ഒഴിവാക്കി എന്തെങ്കിലും ഒരു ആഹാരമോ ശീലമോ അങ്ങനെ എന്താ തൊട്ടിട്ടേ ഇല്ല എന്നുള്ളത് പോലെ? അന്നത്തെ ട്രെയിനിങ് 84 മിസ്റ്റർ ഇന്ത്യ കിട്ടുന്ന സമയത്ത് ഞാൻ രാവിലെ 3 മണിക്കൂറും വൈകിട്ട് 3 മണിക്കൂറും വർക്കൗട്ട് ചെയ്തു. 3 മണിക്കൂർ ഡെയിലി ½ kg ബീഫ് അടിക്കും. ½ കിലോ ബീഫാ ഒരു ലഞ്ചിന് ഉച്ച സമയത്ത്. രാവിലെ പിന്നെ വൈകുന്നേരമായിട്ട് 12 കോഴിമുട്ട, 2 ലിറ്റർ പാല്, 1 കിലോ നേന്ത്രപ്പഴം. ജിമ്മിൽ വർക്കൗട്ട് വേറെ ചെയ്യും. എല്ലാ അത്ലറ്റിക്സിൽ ഞാൻ 100 മീറ്റർ ചെയ്തിരുന്നു. ഞാൻ പിന്നെ കബഡി കളിച്ചിട്ടുണ്ട്, ഞാൻ വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ബോഡി ബിൽഡിംഗ് കൂടാതെ പിന്നെ റെസ്ലിംഗ് ചെയ്തിട്ടുണ്ട്, പവർ ലിഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. സ്പോർട്സിന്റെ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഓ അടിപൊളി. അപ്പം പിന്നെ ബോഡി ബിൽഡിംഗ് ആണ് നമ്മുടെ മനസ്സിലുള്ള മെയിൻ സാധനം. അത് വെച്ചിട്ട് അതിൻ്റെ എത്താവുന്ന മാക്സിമത്തിലേക്ക് എത്താനും കഴിഞ്ഞു. അതുപോലെ പോലീസിലെ ജോലി 79 പോലീസ് ചേർന്നത്. പോലീസ് ചേരുന്നതിന് മുമ്പ് പോലീസുകാരനായിട്ട് അഭിനയിച്ചാണ് രാജൻ പറഞ്ഞ സിനിമ 77 ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. നമ്മുടെ ഗൗർബന്ധ ചേച്ചിയുടെ ഭർത്താവ് മണിസാമി ആയിരുന്നു എൻ്റെ ഡയറക്ടർ. സുമാരേട്ടൻ
ഹീറോ ആയിട്ട് അഭിനയിച്ചത്. സ്വീറ്റ്സ് ഒന്നും കഴിക്കത്തേ ഇല്ല, അങ്ങനെയാണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണം നമ്മൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പിന്നെ ഫിറ്റ്നസ് മെയിൻറ്റെയിനിങ് വളരെ ദോഷമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ, ഇത് ഞാൻ പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ശരീരത്തിൽ ആവശ്യമുള്ളതാണ്, ആവശ്യത്തിന് കഴിക്കുക എന്നുള്ളതാണ്. അമിതമാകാൻ പാടില്ല. എല്ലാവരും ഫിറ്റ്നസിൻ്റെ കാര്യം നിലനിർത്തുക. ഫിറ്റ്നസ്സിലൂടെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ പറ്റും. കോവിഡ് വന്നപ്പോഴൊക്കെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് ഇമ്മ്യൂണിറ്റി പവർ അത്യാവശ്യമാണ്. അതിന് വ്യായാമത്തിലൂടെ പറ്റും എന്നുള്ളത് അറിയാം. നല്ല ഭക്ഷണം, നല്ല വ്യായാമം ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും അതിലേക്ക്, പിന്നെ അതുമല്ല ശരീരം ഫിറ്റ്നസും നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, വാർത്തെടുക്കാം അല്ലേ? അബുക്ക ഈ പോലീസ് സർവീസിലിരിക്കുമ്പോൾ ഒരുപാട് വില്ലന്മാരെയൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതിൽ ഏതെങ്കിലും വില്ലൻ്റെ എന്തെങ്കിലും മാനേഴ്സോ ഒക്കെ ഞങ്ങൾ പിന്നീട് അബൂക്കയിലൂടെ ഓൺ സ്ക്രീൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. വില്ലന്മാരൊക്കെ നമ്മൾ അനുകരിക്കേണ്ട കാര്യമില്ലല്ലോ. വില്ലൻ നമ്മുടെ എന്തെങ്കിലും ഒരു മാനറിസം പോലത്തെ സാധനമൊക്കെ അത് പിന്നെ എന്താ പറയേണ്ടത്, നമ്മൾ അതവിടെ വിടും. പിന്നെ നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ കഴിഞ്ഞാൽ അത് വിട്ട് അടുത്ത ക്യാരക്ടറിലേക്ക് പിടിക്കും എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലീസാണെന്നുള്ളത് ഞാൻ ഓർക്കാറേ ഇല്ല. അപ്പം അല്ലെങ്കിൽ ആ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ അതിൻ്റെ പോലീസിൻ്റെതായിട്ടുള്ള ഒരു ഡിസിപ്ലിനും പങ്ക്ച്വാലിറ്റിയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അത് അന്നും ഇന്നുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ മാതിരി നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. കാരണം ഒരു ഏറ്റവും കൂടുതൽ ഡിസിപ്ലിനുള്ള സ്ഥലമാണ് പോലീസ്. പക്ഷേ സിനിമയിൽ അതിനേക്കാളും കൂടുതൽ ഡിസിപ്ലിനിൽ നിന്ന് കഴിഞ്ഞാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുമെന്നുള്ള യാതൊരു സംശയമില്ല. അത്രയും ഡിസിപ്ലിൻഡ് ആണ് സിനിമ ലൈഫ്. ഞാൻ ഓർക്കുമായിരുന്നു അബൂക്ക അറസ്റ്റ് ചെയ്യുന്ന പ്രതികളുടെ സിനിമ. അതെ, അല്ല, അത് നമ്മൾ ഫൈനൊക്കെ എഴുതിയിട്ട് ഇപ്പോൾ ട്രാഫിക്കിലൊക്കെ ഉള്ള സമയത്ത് ഫൈൻ ചെയ്തിട്ട് റെസീറ്റ് എഴുതി കൊടുക്കുമ്പോൾ ചിരിച്ചിട്ട് പോകും. അപ്പോൾ പോലീസുകാർ പറയും, ഞങ്ങൾ ആദ്യമായിട്ട് കാണും കേട്ടോ, ഫൈൻ എഴുതിയിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ടായ അഭിഷേകൻ സാറ് താങ്ക് യു. അങ്ങനെ വരും, കാണാനായിട്ടൊക്കെ വരും. ഞാൻ കൊയിലാണ്ടി ട്രാഫിക് എസ് ഐ ആയിരിക്കുന്ന സമയത്ത് ഇതേമാതിരി ട്രാഫിക്കിൽ ഭയങ്കര ബ്ലോക്കായിട്ട് പിറ്റേ ദിവസം പത്തിൽ ട്രാഫിക് എസ് ഐ വന്നു, കൊയിലാണ്ടി ടൗണിൽ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞു പത്രത്തിൽ കാണാനായിട്ടല്ലേ. 2 ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ശീലമായി. ഞാനതാ പറഞ്ഞത്, ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ നമ്മളെ കാണുമ്പോൾ ആ ഒരു ഇതിൽ കാണാം. കൂടുതൽ നിന്ന് കഴിയുമ്പം അതിനുള്ള റെസ്പെക്റ്റും അവർക്ക് ആരാധനയും ഉണ്ടാവുകയും ചെയ്യും. അവരിൽ ഒരാളാണെന്നുള്ള ഒരു സാധനം. വലിയ കാര്യമാണ്. സെല്ലുലോയിഡിൽ അടുത്തതായി ചെറിയൊരു ഇടവേള. സിനിമ സെറ്റിലെ പഴയ ഓർമ്മകൾ വളരെ രസകരമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ടിനി ടോം. ടിനി ചേട്ടൻ്റെ പഴയൊരു മെമ്മറി. എനിക്ക് ഏറ്റവും ഭയങ്കര രസം തോന്നിയത് പ്രിയനന്ദൻ സാറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, ഇർഷാദിൻ്റെ. അന്ന് സിനിമ കഴിഞ്ഞപ്പോൾ എനിക്കത് കാറൊന്നുമില്ല. അപ്പോൾ ഇർഷാദ് പറഞ്ഞു, ഇത്തിരി ബുദ്ധിമുട്ടിലാണ്, ചെറിയൊരു പടമാണ്, കാവ്യം മാധവനും ഇർഷാദുമാണ് നായകന്മാർ, ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. അന്ന് ബസ് നോക്കിയപ്പോൾ ഹർത്താലും, അന്ന് അവിടുത്തെ പോകാൻ റൂമില്ല. പേയ്മെൻറ്റ് പിന്നെ തരും കേട്ടോ, അത് തരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്നൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് വെച്ച്, ഞാനൊരു പോലീസുകാരനാണ്, അതിലൊരു പട്ടിയുണ്ട് എൻ്റെ കൂടെ, ഈ പട്ടീനെ കൊണ്ടുപോകണ വണ്ടിയുണ്ട്, അതിൽ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് എവരി ഡോഗ് ആസ് എ ഡേ. അപ്പോൾ അവൻ്റെ ടവേറിൽ ഞാൻ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ പട്ടി ഇവിടെ വന്ന് എന്നെ നോക്കുകയാണ്. കാരണം ഇവിടെ ഇങ്ങനെ ആളിരിക്കാറില്ലേ. അപ്പോൾ ഈ സാധനം വന്ന് ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്? ഒരു കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അങ്ങനെ കുറേ അതങ്ങോട്ട് പോയി. അപ്പോൾ രാജീവ് പറഞ്ഞു, നിങ്ങൾ വലിയ നടനാകുമ്പോൾ മറക്കരുതിട്ട്, എൻ്റെ പട്ടിയുടെ വണ്ടിയിലാണ് നിങ്ങൾ വന്നേക്കണത്. അത് ഇപ്പോഴും ഞാൻ പറയാൻ കാരണം ഞാൻ ഓർക്കണമാണ് ഞാൻ. അപ്പോൾ അന്ന് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ സൗണ്ടിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു ഉപദ്രവം ഒന്നും ചെയ്തില്ല. പക്ഷെ അന്ന് ഞാൻ ഓർക്കണത്, അതിന് ഈ അത്രയും ദാരിദ്ര്യമുള്ള ഒരു പടത്തിന് പോലും എനിക്ക് കാശ് തന്നു വരും ഇത് കഴിഞ്ഞപ്പോൾ. പക്ഷെ ആ പട്ടീനെയാണ് ഞാൻ ഓർക്കുന്നത്. അവനില്ലായിരുന്നു ഞാൻ ഇന്ന് വീട്ടിലെത്തൂല. അപ്പോൾ ആ സിനിമയിൽ അങ്ങനെ എവരി ഡോഗ് ആസ് എ ഡേ ആണ്. ഏതൊരുത്തരും അതിന് സത്യമുണ്ട്, എന്തായാലും കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിജയം ഒരു കൊടുക്കുമെന്നുള്ളൂ. ഇപ്പൊ മലയാള സിനിമ നോക്കുകയാണെങ്കിൽ ഒരുപിടി നല്ല ചിത്രങ്ങളാണ് തിയേറ്റേഴ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. വെൽക്കം ടു ബോക്സ് ഓഫീസ്. MA നിഷാദ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഒരു അന്വേഷണത്തിന്റെ തുടക്കം. മലയാളികളുടെ സ്വന്തം ആക്ഷൻ ക്വീൻ ആയിട്ടുള്ള വാണി വിശ്വനാഥിന്റെ ഒരു കംബാക്ക് കൂടിയാണ് ഈ ചിത്രം. ഒരു ഗാങ്സ്റ്റർ വേഷത്തിലാണ് വാണി വിശ്വനാഥ് ഇപ്പോൾ വീണ്ടും മലയാളികൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. വാണി വിശ്വനാഥിനോടൊപ്പം സ്വാസിക, ഷൈൻ ടോം ചാക്കോ, മഞ്ജു പിള്ള എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്.
സംവിധായകൻ വിനയന്റെ മകൻ വിഷ്ണു വിനയ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആനന്ദ് ശ്രീബാല. മാളികപ്പുറം ഫെയിം അഭിലാഷ് പിള്ളയാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. ഒരു ഇമോഷണൽ ഡ്രാമയായ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ആനന്ദ് ശ്രീബാല. അർജുൻ അശോകൻ, അപർണ ദാസ്, സംഗീത മാധവൻ എന്നിവരാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിലൂടെ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച നമ്മുടെ സ്വന്തം സംഗീത മാധവന്റെ തിരിച്ചുവരവ് കൂടിയാണ് ആനന്ദ് ശ്രീബാല. കൂടുതൽ സിനിമാ വിശേഷങ്ങളും മൂവി അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me Meenakshi Sudhir signing out from Celluloid. Bye bye.